അടുത്ത കാലം വരെ ആരോഗ്യ വിദഗ്ധര് ആവശ്യപ്പെട്ടിരുന്നത് ഒരു ദിവസം 10,000 സ്റ്റെപ്സ് നമ്മൾ നടക്കണം എന്നാണ്. കാരണം നടപ്പ് ഏറ്റവും നല്ല ഒരു വ്യായാമമാണ്. ആൻഡ് എക്സലന്റ് എയറോബിക് ആക്ടിവിറ്റി എന്നാണ് ആരോഗ്യ വിദഗ്ധർ അതിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, ഇറ്റ് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഫിറ്റ്നസ് എന്നാണ്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ യാതൊരു യന്ത്ര സാമഗ്രികളുടെയും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് നടപ്പ്. അതിന് ധാരാളം പ്രയോജനങ്ങളുണ്ട്. പക്ഷെ ആ പ്രയോജനങ്ങൾ നമുക്ക് ഇരട്ടിയായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം 10,000 സ്റ്റെപ്സ് നടന്നാൽ പോരാ, 20,000 സ്റ്റെപ്സ് നടക്കണം എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് 20,000 സ്റ്റെപ്സ് നമ്മൾ ഡെയിലി നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന പ്രയോജനങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം, ഇത് അമിത വണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ 10,000 സ്റ്റെപ്സ് ദിവസേന നടക്കുന്നതിൻ്റെ ഏതാണ്ട് ഇരട്ടി കലോറി 20,000 സ്റ്റെപ്സ് നടക്കുമ്പോൾ ചെലവാകുന്നുണ്ട്. അതായത് അവിടെ ഒരു കലോറിക് ഡെഫിസിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 800 മുതൽ 1000 കാലറി ഊർജം വരെ ചെലവാകുന്നുണ്ട്. അപ്പോൾ അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കുവാനും അതുപോലെ തന്നെ ആ കുറഞ്ഞ തൂക്കം നിലനിർത്തുവാനും മറ്റുള്ളവർക്കാണെങ്കിൽ അവരുടെ വണ്ണം കൂടാതിരിക്കുവാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ 20,000 സ്റ്റെപ്സ്. രണ്ടാമതായിട്ട് ഇത് പ്രമേഹ നിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്നു. കൂടുതൽ കാലറി ചെലവാകുന്നു എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ കൂടുതൽ കാലറി ചെലവാകുമ്പോൾ കൂടുതൽ ഗ്ലൂക്കോസ് അവിടെ ഉപയോഗിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു. അത് പ്രമേഹ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ പ്രമേഹം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രീ ഡയബറ്റീസ് ഉള്ളവർക്കും വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ മറ്റൊരു വിധത്തിലും ഇത് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ അത്രയും സ്റ്റെപ്സ് നടക്കുകയാണെങ്കിൽ അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതും നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നു. ഒരുപക്ഷെ ഈ 20,000 സ്റ്റെപ്സ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനാണ്. നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടും. ഈ നടപ്പിനെ കാർഡിയോ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത്. കാലുകളിലെ പേശികളിലേക്ക് രക്തം എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം കൂടുതൽ തവണ ഇടിക്കുന്നു, അല്ലെ കൂടുതൽ ശക്തിയായിട്ട് ഇടിക്കുന്നു. അപ്പോൾ കാർഡിയാക് മസിലിന് നല്ല ആരോഗ്യം ലഭിക്കുന്നു. പിന്നെ മറ്റൊരു തരത്തിലും ഇത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ BP കുറയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ ഇംപ്രൂവ് ചെയ്യും. നമ്മുടെ ചീത്ത കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ ഇത് നമ്മുടെ ബോണിന്റെയും പേശികളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ വളരെയധികം സഹായിക്കും. നമ്മുടെ ബോൺ ഡെൻസിറ്റി കൂട്ടുന്നു. അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ഉണ്ടാകാതെ കാത്തുരക്ഷിക്കുന്നു. പേശികൾ കൂടുതൽ ബലവത്താകുന്നു. നമ്മുടെ ജോയിന്റിനുള്ള സ്റ്റിഫ്നെസ് കുറയ്ക്കുന്നു. ഇങ്ങനെ നിരവധി പ്രയോജനങ്ങളാണ് നമ്മുടെ എല്ലുകളെയും അതുപോലെ തന്നെ പേശികളെയും സംബന്ധിച്ച് ഈ നടപ്പ് പ്രദാനം ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ഇത്രയും നടന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിന്റെ ഉത്പാദനം കുറയുന്നു. എൻഡോർഫിൻ എന്ന സുഖ ഹോർമോണിന്റെ അളവ് കൂടുന്നു. ഇത് രണ്ടും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. നമുക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു. നമ്മുടെ ടെൻഷൻ കുറയ്ക്കുന്നു. പിന്നെ നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്യുന്നു. നമ്മുടെ എനർജി ലെവൽ കൂടുന്നു. പിന്നെ നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ നിരവധി പ്രയോജനങ്ങളാണ് മാനസിക തലത്തിൽ ഈ നടപ്പ് നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ ഈ നടപ്പ് നമ്മുടെ ലോഞ്ചിവിറ്റി അല്ലെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ദ മോർ യു വാക്ക് ദ ലോവർ യുവർ റിസ്ക് ഫോർ ഡെത്ത് എന്നാണ് പറയുന്നത്. അതായത് 5,000 സ്റ്റെപ്സിൽ കൂടുതൽ നമ്മൾ ഒരു ദിവസം നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആയുസ് കൂട്ടുമെത്രേ. മറ്റൊരു പഠനത്തിൽ പറയുന്നത് നമ്മൾ 10,000 സ്റ്റെപ്സ് കഴിഞ്ഞ് ഓരോ ദിവസവും കൂട്ടുന്ന 1000 സ്റ്റെപ്സിന് നമ്മൾ പെട്ടെന്ന് മരിക്കുവാനുള്ള ചാൻസ് ഏതാണ്ട് 14% വരെ കുറയുന്നു എന്നുള്ളതാണ്. അതായത് ദ ഡെത്ത് ഫ്രം എനി കോസ് ഇറ്റ് ക്യാൻ ബി റിഡ്യൂസ്ഡ് ബൈ 14%. അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, ഈ 20,000 സ്റ്റെപ്സ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന്. പലർക്കും അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിട്ടായിരിക്കാം അവർക്ക് തോന്നുന്നത്. കാരണം ഈ 20,000 സ്റ്റെപ്സ് നമ്മൾ നടക്കണമെങ്കിൽ ഏതാണ്ട് 13 മുതൽ 14 കിലോമീറ്റർ വരെ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. അതായത് ഏതാണ്ട് 2-3 മണിക്കൂർ സമയമെങ്കിലും അതിനെടുക്കും. അപ്പൊ ഇത്രയും സമയം കണ്ടെത്താൻ അല്ലെങ്കിൽ ഇത്രയും ദൂരം നടക്കാൻ
അത് പലർക്കും ഒരു അതിശയകരമായി തോന്നാം. പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ 20,000 സ്റ്റെപ്സ് നടക്കേണ്ടതില്ല. യങ്സ്റ്റേഴ്സിനൊക്കെ അങ്ങനെ വേണമെങ്കിൽ നടക്കാം. മറ്റുള്ളവരൊക്കെ ഓരോ ദിവസവും കുറച്ച് സ്റ്റെപ്സ് കൂട്ടി കൊണ്ടുവന്നാൽ മതി. അതായത് ആദ്യത്തെ ദിവസം അല്ലെ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ 10,000 സ്റ്റെപ്സ് നടന്നാൽ അത് കഴിഞ്ഞ് 1,000 അല്ലെ 2,000 സ്റ്റെപ്സ് വീതം ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസമോ കൂട്ടിയാൽ മാത്രം മതി. ഒരു ദിവസം നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് നടക്കുന്നുണ്ട്. രാവിലെ നമ്മൾ മോർണിംഗ് വാക്കിന് മിക്കവരും പോകുന്നുണ്ട്. അതായത് ബ്രിസ്ക് വാക്കിംഗ്. അത് ചിലർ 40 മിനിറ്റ്, ചിലർ 1 മണിക്കൂർ വരെയൊക്കെ സാധാരണ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഒരു നല്ല ശതമാനം നമ്മളെ സ്റ്റെപ്സ് നമ്മൾ നടന്നു കഴിഞ്ഞു. അതുകൂടാതെ നമ്മൾ പോസ്റ്റ് മീൽ വാക്കിംഗ് ഉണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്, ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ്, വൈകിട്ടത്തെ ഭക്ഷണം കഴിഞ്ഞ് ഒക്കെ നമുക്ക് പോസ്റ്റ് മീൽ വാക്കിംഗ് ഉണ്ട്. അപ്പോൾ അതൊരു 10-30 മിനിറ്റ് സമയത്തെ ചെറിയ വാക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മുടെ നീറ്റ് പ്രവർത്തനങ്ങൾ, അതിനെപ്പറ്റിയുള്ള വീഡിയോയും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. നീറ്റ് പ്രവർത്തനങ്ങൾ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തും കുറച്ച് നടപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള വാക്കിംഗ് ഉണ്ട്. കാഷ്വൽ വാക്കിംഗ് ആണ് അതിൽ ആദ്യത്തേത്. അതായത് നമ്മൾ സാധാരണ നടപ്പ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതായത് നീറ്റ് പ്രവർത്തനത്തിനോടൊപ്പം ചെയ്യുന്ന നടപ്പ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നടക്കുന്ന ചെറിയ നടപ്പ്, അതായത് അത് ലോ ഇന്റൻസിറ്റി എക്സർസൈസ് ആണ്. അതാണ് കാഷ്വൽ വാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബ്രിസ്ക് വാക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ അല്പം കൂടി വേഗതയിലുള്ള നടപ്പ്. അപ്പം നമ്മുടെ ഹാർട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു, നമ്മുടെ ശ്വാസകോശം കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു. അത് നല്ലൊരു എക്സർസൈസ് ആയിട്ടാണ് എല്ലാവരും പരിഗണിക്കുന്നത്. അതാണ് ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ വേഗതയിലുള്ള നടപ്പ്. അപ്പം കുറച്ച് കാലറികൾ കൂടുതലായിട്ട് കത്തിച്ച് കളയുന്നുണ്ട്. പിന്നെ മറ്റൊരു വാക്കിംഗ് ഉണ്ട്, അതായത് പവർ വാക്കിംഗ്. അതായത് നമ്മൾ അതിലും കൂടുതൽ, നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് നടക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നടക്കുന്നു. ഒരാൾക്ക് മാക്സിമം എത്ര വേഗത്തിൽ നടക്കാമോ അത്രയും വേഗത്തിൽ അയാൾ നടക്കുന്നു. അപ്പോൾ കൂടുതൽ കാലറി അവിടെ ചെലവാകുന്നു. അത് അല്പം കൂടി സ്ട്രെനുവസ് എക്സർസൈസ് ആണ് പവർഫുൾ വാക്കിംഗ് എന്ന് പറയുമ്പോൾ. പക്ഷെ പവർഫുൾ വാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടം അതിനകത്ത് വരുന്നില്ല. ഓട്ടത്തിന് മുമ്പുള്ള നല്ല സ്പീഡിലുള്ള വാക്കിങ്ങിനാണ് പവർഫുൾ വാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റേസ് വാക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഓടുന്നത്, അതൊരു സ്ട്രെനുവസ് എക്സർസൈസ് ആണ്. പിന്നെ നമുക്ക് മൈൻഡ്ഫുൾ വാക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ സാവധാനം നടക്കുക. അതായത് നമ്മുടെ പോസ്റ്ററെ നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിക്കുന്നു, നമ്മുടെ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്ത് നടക്കുന്ന എക്സർസൈസ് ആണ് മൈൻഡ്ഫുൾ വാക്കിംഗ് ഉള്ളത്. അതുകൂടാതെ ഇന്റർവെൽ വാക്കിംഗ് എന്നൊരു വാക്കിംഗ് കൂടിയുണ്ട്. അതിനെപ്പറ്റിയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ നമുക്ക് ഈ കാഷ്വൽ വാക്കിങ്ങും അതുപോലെ തന്നെ ബ്രിസ്ക് വാക്കിങ്ങും കമ്പൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ 20,000 സ്റ്റെപ്സ് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കത് നടപ്പാക്കാൻ പറ്റും. അപ്പോൾ ഈ എങ്ങനെ നമുക്ക് ഈ 20,000 സ്റ്റെപ്സ് നടന്നു എന്ന് എങ്ങനെ വിലയിരുത്താൻ പറ്റും? അതായത് ഈ 20,000 സ്റ്റെപ്സ് നമുക്ക് എണ്ണാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നമ്മളൊരു പീഡോമീറ്റർ എന്നൊരു ഉപകരണമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു, എത്ര മണിക്കൂർ നടന്നു, അല്ലെ എത്ര സ്റ്റെപ്സ് നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ നമുക്ക് സ്മാർട്ട് വാച്ച് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ മൊബൈൽ ഫോണിനകത്തൊക്കെ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് 20,000 സ്റ്റെപ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 20,000 സ്റ്റെപ്സ് നടക്കുന്നതിന് ചെറിയ ഡ്രോബാക്സ് അല്ലെ പാർശ്വഫലങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, എൻ്റെ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ ഇതിന്റെ പ്രയോജനങ്ങൾ മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുത്തേക്കാം, അടുത്ത ദിവസം മുതൽ തന്നെ 20,000 സ്റ്റെപ്സ് നടക്കാമെന്ന്. അങ്ങനെ ഒരു വ്യായാമവും ചെയ്യാത്ത ഒരാള് അടുത്ത ദിവസം പെട്ടെന്ന് 20,000 സ്റ്റെപ്സ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതൊക്കെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇഞ്ചുറി ഉണ്ടാകാം. പ്രത്യേകിച്ച് മുട്ടിന് വേദന ഉണ്ടാകാം, കാൽപാദങ്ങളിൽ വേദന ഉണ്ടാകാം, അതായത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്. അതുപോലെ തന്നെ നടുവിന് വേദന ഉണ്ടാകാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് അങ്ങനെ ഒറ്റയടിക്ക് 20,000 സ്റ്റെപ്സ് നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ 20,000 സ്റ്റെപ്സ് നടക്കുമ്പോൾ പലർക്കും അമിതമായ ക്ഷീണം തോന്നാം. അങ്ങനെ ക്ഷീണം വന്നു കഴിയുമ്പോൾ പലരും വ്യായാമം തന്നെ അങ്ങ് മുടക്കും. അല്ലെ പിന്നെ അവർ ആ നടപ്പ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാനും അത് വഴിതെളിച്ചേക്കാം. പിന്നെ മൂന്നാമതായിട്ട് ശരിയായിട്ടുള്ള ഷൂസ് തന്നെ ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ഉണ്ടാകാം. പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ജലം കുടിച്ചിരിക്കണം. വ്യായാമത്തിന് മുമ്പോ അല്ലെങ്കിൽ വ്യായാമത്തിന് ശേഷമോ നമുക്ക് വെള്ളം കുടിക്കാം. പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, ഉദാഹരണം ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, പ്രായമുള്ളവർ, പ്രമേഹമുള്ളവർ, അതുപോലെ തന്നെ മുട്ടിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർ, ഇവരൊക്കെ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ ഈ 20,000 സ്റ്റെപ്സ് നടക്കാൻ തുടങ്ങാവൂ.
പിന്നെ നമ്മൾ ഏത് വ്യായാമം ചെയ്യുമ്പോഴും നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് വാമപ്പ്, എക്സർസൈസ് പ്രോപ്പർ, അതുപോലെ തന്നെ കൂൾ ഡൗൺ. അപ്പോൾ നിങ്ങൾ ഈ 20,000 സ്റ്റെപ്സ് നടക്കുകയാണെങ്കിൽ തന്നെയും ആദ്യത്തെ ഒരു 5 മിനിറ്റ് വാമപ്പിന് വേണ്ടി ചെലവാക്കണം. അതായത് നമ്മുടെ ശരീരത്തെ ആ വ്യായാമത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമാണത്. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യാം, അല്ലെ പതുക്കെ സാവധാനം നടക്കുന്നതും നമുക്ക് നമ്മുടെ ശരീരത്തെ ഒന്ന് വാമപ്പ് ചെയ്യുവാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും. അതുപോലെ തന്നെ വ്യായാമത്തിന് ശേഷവും നമ്മളൊന്ന് കൂൾ ഡൗൺ ചെയ്യണം. നമ്മുടെ രക്തചംക്രമണം ശരിയാക്കാൻ വേണ്ടിയാണ് അത് കൂൾ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ നടക്കുമ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ നടക്കുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം. നമ്മൾ കഴുത്ത് കുനിഞ്ഞാണ് പലപ്പോഴും പലരും നടക്കുന്നത്, അത് ശരിയല്ല. കഴുത്ത് നേരെ പിടിക്കണം. അതുപോലെ തന്നെ നടു ഒട്ടും വളയരുത്. പലരും നടക്കുമ്പോൾ മുമ്പോട്ട് ആയാറുണ്ട്, അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല. അപ്പോൾ നടു സ്ട്രെയിറ്റ് ആയിരിക്കണം, കഴുത്ത് സ്ട്രെയിറ്റ് ആയിരിക്കണം, തല നേരെ പിടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൈകൾ ഒരു പെൻഡുലം ആടുന്ന പോലെ ആടണം, അല്ലെങ്കിൽ എൽബോ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ കാലുകൾ നീട്ടി വെച്ച് നടക്കണം. അപ്പോൾ നമ്മൾ ഡെയിലി 10,000 സ്റ്റെപ്സ് നടന്നാൽ പോരാ, 20,000 സ്റ്റെപ്സ് നടക്കുവാണെങ്കിൽ നമുക്ക് വ്യായാമത്തിന്റെ അല്ലെ നടപ്പിന്റെ എല്ലാ പ്രയോജനങ്ങളും ഇരട്ടിയായിട്ട് ലഭിക്കുന്നു എന്നാണ് ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗിക്കാവുന്ന അറിവുകളാണ്. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റുള്ള എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.